എല്ലാവർക്കും ആത്മനമസ്കാരം. ഇന്നത്തെ നമ്മുടെ വിഷയം ഗായത്രി മന്ത്രത്തിൻ്റെ അർത്ഥം, പ്രാധാന്യം, മാഹാത്മ്യവുമാണ്. നിരവധി ദേവീദേവന്മാർക്കായി നമുക്ക് നിരവധി ഗായത്രി മന്ത്രങ്ങളുമുണ്ട്. പക്ഷേ പൊതുവെ എല്ലാവരും ജപിച്ചു കാണുന്നത് സൂര്യഗായത്രിയാണ്. അപ്പം ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് സൂര്യഗായത്രി, ആ ഗായത്രി മന്ത്രത്തിൻ്റെ അർത്ഥവും അതിൻ്റെ മാഹാത്മ്യവുമാണ്. ഗായത്രി മന്ത്രം എന്ന വാക്കിൻ്റെ തന്നെ അർത്ഥം, ഈ മന്ത്രം ആരാണോ ഗാനം ചെയ്യുന്നത്, ചൊല്ലുന്നത്, അവനെ രക്ഷിക്കുന്നതാണ് ഈ മന്ത്രം. അപ്പൊ ചൊല്ലുന്നവനെ, ഗാനം ചെയ്യുന്നവനെ ഉത്കൃഷ്ടമായ തലത്തിലേക്ക് എത്തിക്കുന്നതാണ് ഗായത്രി എന്ന നാമത്തിൻ്റെ, ആ വാക്കിൻ്റെ തന്നെ അർത്ഥം അതാണ്. ഇനി നമുക്ക് ഗായത്രി മന്ത്രത്തിലേക്ക് കടക്കാം. ഓം ഭൂർ ഭുവസ്വഹ തത് സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഇതാണ് സൂര്യഗായത്രി. ഇനി ഇതിൻ്റെ നമുക്ക് പദം പിരിച്ചൊന്ന് നോക്കാം. ഓം, ഓം എന്നാൽ പ്രണവമന്ത്രം. ഭൂർ ഭുവഃ സ്വഹ തത് സവിതുഹു വരേണ്യം ഭർഗഃ ദേവസ്യ ധീമഹി ധിയഹ യോന എന്നുള്ളത് യഹ നഹ. അപ്പൊ ധിയഹ യഹ നഹ പ്രചോദയാത്. ഇങ്ങനെയാണ് ഇതിന് പദം പിരിക്കേണ്ടത്. ഇനി നമുക്കിതിൻ്റെ അർത്ഥം നോക്കാം. യഹ ഏതൊരു ശക്തിയാണോ അല്ലെങ്കിൽ ചൈതന്യമാണോ, ഭൂർ ഭുവഃ സ്വഹ, ഭൂർ എന്നാൽ ഭൂലോകം, ഭൂലോകം, ഭുവഃ എന്നാൽ ഭുവർലോകം, സ്വഹ എന്നാൽ സ്വർഗലോകം. ഈ മൂന്ന് ലോകങ്ങളിലും പ്രകാശം നൽകുന്ന സൂര്യരൂപത്തിൽ വിളങ്ങുന്നത് യഹ, ഏതൊരു ശക്തിയാണോ അല്ലെങ്കിൽ ഏതൊരു ചൈതന്യമാണോ, തത് ആ ശക്തിയായ ദേവസ്യ സവിതുഹു, അതായത് ദേവസ്യ സവിതുഹു എന്നുവെച്ചാൽ സൂര്യദേവന്റെ, വരേണ്യം എന്നാൽ ശ്രേഷ്ഠമായ, ഭർഗഃ ആ തേജസ്സിനെ, ആ പ്രകാശത്തെ, ധീമഹി ഞങ്ങളിതാ ധ്യാനിക്കുന്നു. ഇനി ആ തേജസ് അല്ലെങ്കിൽ ആ പ്രകാശം, നഹ ധിയഹ ഞങ്ങളുടെ ബുദ്ധികളെ, പ്രചോദയാത് പ്രചോദിപ്പിക്കണമേ അല്ലെങ്കിൽ പ്രകാശിപ്പിക്കണമേ. ഇതാണ് ഈ ഒരു ഗായത്രി മന്ത്രത്തിൻ്റെ അർത്ഥം. ഏതൊരു ശക്തിയാണോ അല്ലെങ്കിൽ ചൈതന്യമാണോ ഭൂലോകം, ഭുവർലോകം, സ്വർഗലോകം എന്നിങ്ങനെ ത്രിലോകങ്ങളിലും പ്രകാശത്തെ നൽകുന്ന, ആ സൂര്യരൂപത്തിൽ പ്രകാശത്തെ നൽകുന്നത് ആ സൂര്യഭഗവാന്റെ, ആ ശക്തിയായ ആ സൂര്യഭഗവാന്റെ ശ്രേഷ്ഠമായ പ്രകാശത്തെ, തേജസ്സിനെ ഞങ്ങളിതാ ധ്യാനിക്കുന്നു. ആ തേജസ്, ആ പ്രകാശം ഞങ്ങളുടെ ബുദ്ധിയെയും പ്രകാശിപ്പിക്കണമേ അല്ലെങ്കിൽ പ്രചോദിപ്പിക്കണമേ എന്നുള്ള ഒരു പ്രാർത്ഥന സൂര്യഭഗവാനിങ്കൽ വയ്ക്കുകയാണ്. യുഗങ്ങൾ തോറും സ്വയം പ്രകാശിച്ചും മറ്റുള്ളവയ്ക്കെല്ലാം പ്രകാശം നൽകിക്കൊണ്ടും സൂര്യദേവൻ ഒരു ക്ഷയവും സംഭവിക്കാതെ കർമ്മം ചെയ്തുകൊണ്ട് ഇങ്ങനെ പ്രകാശിച്ചു നിൽക്കുന്നു. സൂര്യന്റെ ശക്തിക്ക്, ആ പ്രകാശത്തിന്റെ ശക്തിക്ക് ഒരു ക്ഷയവും സംഭവിക്കുന്നില്ല. നമുക്ക് രാത്രിയും പകലും ഉണ്ടാകുന്നത് സൂര്യപ്രകാശം ക്ഷയിക്കുന്നത് കൊണ്ടല്ല. ഭൂമി തിരിഞ്ഞ് സൂര്യപ്രകാശം അവിടെ മറയ്ക്കപ്പെടുമ്പോഴാണ് നമുക്ക് രാത്രി ഉണ്ടാകുന്നത്. സൂര്യദേവൻ അപ്പോഴും അവിടെ കർമ്മം ചെയ്തുകൊണ്ട് തന്നെ, പ്രകാശിച്ചുകൊണ്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, യുഗങ്ങളായി സൂര്യദേവൻ ഇങ്ങനെ സ്വയം പ്രകാശിച്ച് ഈ പ്രപഞ്ചത്തിന് മുഴുവൻ പ്രകാശം നൽകിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. സൂര്യൻ ഒരു ക്ഷയം, ഒരു തളർച്ച സംഭവിക്കുന്നില്ല. അതെന്തുകൊണ്ടാണ്? ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മളൊക്കെ കർമ്മം ചെയ്യുമ്പോൾ 2 ദിവസം അടുപ്പിച്ച് നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ക്ഷീണം വരും, ഒരു ബലക്ഷയം, തളർച്ച. ഒരു റെസ്റ്റ് ഇല്ലെങ്കിൽ നമുക്കപ്പം ഈ തളർച്ചയും ക്ഷീണവും സംഭവിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് ആ ക്ഷീണവും തളർച്ചയും സംഭവിക്കുന്നത്? എന്നാൽ ഇങ്ങനെ സ്വയം പ്രകാശിച്ചുകൊണ്ട് നിൽക്കുന്ന, എന്നും പ്രകാശിച്ചുകൊണ്ട് നിൽക്കുന്ന സൂര്യഭഗവാൻ ആ ക്ഷയം സംഭവിക്കുന്നില്ലല്ലോ. ഇവിടെയാണ് ഭഗവാൻ ഏതൊരു
പ്രചോദിതമായ ബുദ്ധിയിൽ നിന്നുകൊണ്ടാണോ ആ കർമ്മത്തെ അനുഷ്ഠിക്കുന്നത്, ആ ബുദ്ധിയാണ് ആ ബുദ്ധിയിൽ നിന്നുകൊണ്ട് ആ കർമ്മം ചെയ്യുന്നത് കൊണ്ടാണ് ഭഗവാൻ ഒരു ക്ഷീണം, തളർച്ച അല്ലെങ്കിൽ ഒരു ക്ഷയം സംഭവിക്കാത്തത്. ആ സൂര്യപ്രകാശത്തിന് ഒരു ക്ഷയം സംഭവിക്കാത്തത് അതുകൊണ്ടാണ്. അപ്പോൾ ഭഗവാൻ സ്വീകരിച്ച ആ പ്രചോദിതമായ ബുദ്ധിയെ ഞങ്ങളിലും പ്രകാശിപ്പിക്കണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത് ഗായത്രി മന്ത്രത്തിൽ. കാരണം നമ്മളെല്ലാവരും കർമ്മം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ തളർച്ചയും ക്ഷീണവും അനുഭവിക്കുന്നവരാണ്. അപ്പോൾ ആ കർമ്മത്തിൽ തളർച്ച, ക്ഷയം സംഭവിക്കാതിരിക്കാനുള്ള ആ പ്രചോദിതമായ ബുദ്ധിയാണ് നമുക്കെല്ലാവർക്കും വേണ്ടത്. അപ്പോൾ പ്രചോദിതമായ ബുദ്ധി എന്താണെന്ന് നമ്മൾ ചിന്തിക്കും. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത്, ചെയ്യേണ്ട വിധത്തിൽ, ചെയ്യേണ്ട സ്ഥലത്ത് വെച്ച് ചെയ്യാനുള്ള ബുദ്ധി, അതാണ് പ്രചോദിതമായ ബുദ്ധി എന്ന് പറയുന്നത്. ഇന്നത്തെ കാലത്ത് നമ്മുടെ ബുദ്ധി ഇങ്ങനെ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്, ശാസ്ത്രമൊക്കെ വളർന്നുകൊണ്ടിരിക്കുകയാണ്, മനുഷ്യൻ വളരെയധികം മുന്നോട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്നിട്ടും നമ്മൾ ഈ ലോകത്തിലേക്ക് ഒന്ന് നോക്കി നോക്കൂ. ഇവിടെ സാമ്പത്തികമായും സാമൂഹികമായും ആരോഗ്യപരമായും ഒക്കെ വളരെയധികം പ്രതിസന്ധികളും പ്രശ്നങ്ങളാണ് രാജ്യങ്ങളും എല്ലായിടത്തും അനുഭവിക്കുന്നത്. നമ്മൾ നിത്യവും അതൊക്കെയാണ് കണ്ടും കേട്ടും ഇരിക്കുന്നത്. എന്തുകൊണ്ടാണ് ശാസ്ത്രം ഇത്രയും പുരോഗമിച്ചിട്ടും മനുഷ്യന്റെ ബുദ്ധിയൊക്കെ ഇത്രമാത്രം വളർന്നിട്ടും ഈ പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാൻ സാധിക്കാത്തത്? അതിന്റെ കാരണം നമ്മളിൽ വികസിച്ചുകൊണ്ടിരിക്കുന്നത് പ്രചോദിതമായ ബുദ്ധി അല്ല, വെറും ഭൗതികമായ ബുദ്ധി മാത്രമാണ് നമ്മളിൽ വികസിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ബുദ്ധിയിൽ നിന്ന് പ്രവർത്തിക്കുമ്പോൾ ശാസ്ത്രം പുരോഗമിക്കും, വളരെ എല്ലാവിധ കണ്ടുപിടുത്തങ്ങളും നടത്തും. പക്ഷേ പ്രശ്നങ്ങൾക്ക്, ഇന്ന് ലോകം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് അതുകൊണ്ടൊരിക്കലും ഒരു പരിഹാരം ഉണ്ടാവില്ല. പ്രചോദിതമായ ബുദ്ധി ഒന്നുകൊണ്ട് മാത്രമേ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ. കർമ്മത്തിൽ വിജയിക്കാനും ആ കർമ്മം ചെയ്യുന്നത് കൊണ്ട് ഒരു ക്ഷയം സംഭവിക്കാതിരിക്കാനും വേണ്ട കാര്യങ്ങളെ വേണ്ട സമയത്ത് വേണ്ട വിധത്തിൽ ചെയ്യേണ്ട വിധത്തിൽ ചെയ്യാനുമുള്ള ആ ഒരു ബുദ്ധി എന്നിൽ പ്രകാശിപ്പിക്കണേ എന്ന് സൂര്യഭഗവാനോടുള്ള ഒരു പ്രാർത്ഥനയാണ് ഗായത്രി മന്ത്രം. അതാണ് ഗായത്രി മന്ത്രത്തിന്റെ മാഹാത്മ്യവും.